സർക്കാരിന്റെ പിടിപ്പുകേട് ഗ്രാമീണ മേഖലയിൽ കുടിവെള്ളം ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ജലജീവൻ മിഷൻ പദ്ധതിയെ നിശ്ചലമാക്കിയെന്ന് പ്രതിപക്ഷം. സർക്കാർ വീഴ്ചകൾ മൂലം പദ്ധതി നിർവഹണത്തിൽ കേരളം രാജ്യത്തെ ഏറ്റവും പിന്നിലായ സാഹചര്യം അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം സഭയിൽ തുറന്നുകാട്ടി. സംസ്ഥാനത്തെ ശുദ്ധജല പദ്ധതികളുടെ പാളം സർക്കാർ തെറ്റിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ കുടിവെള്ളം ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ജലജീവൻ മിഷൻ പദ്ധതിയിലെ സർക്കാർ വീഴ്ചകളും പിടിപ്പുകേടും അക്കമിട്ട് നിരത്തിയാണ് അനൂപ് ജേക്കബ് വിഷയം സഭയിൽ അവതരിപ്പിച്ചത്. സർക്കാരിന്റെ പിടിപ്പുകേട് പദ്ധതിയെ നിശ്ചലമാക്കിയെന്നും വലിയ വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടായെന്നും അനൂപ് ജേക്കബ് കുറ്റപ്പെടുത്തി. പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്ഥാപിച്ച പൈപ്പ് തുറന്നാൽ ശുദ്ധജലം പോയിട്ട് കാറ്റ് പോലും വരുന്നില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഇന്നും കേരളത്തിൽ ശുദ്ധജലത്തിനായി മണിക്കൂറുകളോളം വണ്ടി വെള്ളത്തിനായി കാത്തിരിക്കുന്നവർ ഇന്നും ഈ കേരളത്തിൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഗവൺമെന്റിനെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് ജലജീവൻ മിഷൻ പദ്ധതി അട്ടിമറിക്കപ്പെടുമ്പോൾ അതിന്റെ ഗൗരവം ഞങ്ങളിവിടെ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. പദ്ധതി നടത്തിപ്പിലെ സർക്കാർ വീഴ്ചകൾ ഒന്നായി തുറന്നുകാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ വോക്കൌട്ട് പ്രസംഗം നടത്തിയത്. സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് പദ്ധതി അട്ടിമറിക്കപ്പെട്ടുവെന്നും പദ്ധതി പാളം തെറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കേരളത്തിലെ ശുദ്ധജല വിതരണ സംവിധാനം തന്നെ പാളിപ്പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എക്സിസ്റ്റിംഗ് പ്രോജക്റ്റുകൾ തന്നെ ഓഗ്മെന്റേഷൻ വേണം എന്നാവശ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ നിലവിലുള്ള പ്രോജക്റ്റിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുകയും പുതിയ സോഴ്സ് ഉണ്ടാകാതിരിക്കുകയും ചെയ്ത് കേരളത്തിലെ ശുദ്ധജല വിതരണ സംവിധാനം മുഴുവൻ പാളിപ്പോകുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. സർക്കാരിന് അതിൻ്റെ അകത്ത് മറുപടിയില്ല, സൊല്യൂഷനില്ല, ദീർഘകാലത്തേക്കോ ഹ്രസ്വകാലത്തേക്കോ നടപടിയില്ല. അതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. എന്നാൽ പദ്ധതിക്ക് അനുവദിച്ച തുകകൾ നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നുമുള്ള അവകാശവാദമാണ് പ്രതിപക്ഷാരോപണത്തിൽ പ്രതിക്കൂട്ടിലായ മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയിൽ അറിയിച്ചത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.